ഹായ്. ഈ മന്ത് ലാസ്റ്റ്, അതായത് ഡിസംബർ ലാസ്റ്റ് HST നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓഫ്ലൈൻ തന്നെയായിരുന്നു പ്രിഫർ ചെയ്തത്. അങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അന്വേഷിച്ചാണ് ഞാനിവിടെ ടീച്ചേഴ്സ് അക്കാദമിയിൽ എത്തിയത്. ഇപ്പോൾ ഇവിടെ ഏകദേശം രണ്ട് മന്ത്സായി ക്ലാസ് അഡ്മിഷൻ എടുത്തിട്ട്. അപ്പോൾ ഏകദേശം 2 മൊഡ്യൂൾസ് കഴിഞ്ഞിട്ടുണ്ട് മാത്സിൽ. ഞാനൊരു മാത്സ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം 2 മൊഡ്യൂൾസ് ഇപ്പം തന്നെ കഴിഞ്ഞു. എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം PG കഴിഞ്ഞിട്ടാണ് ഞാൻ BEdന് പോയത്. അപ്പം അതിൻ്റേതായൊരു സബ്ജക്റ്റൊക്കെ കുറച്ചൊരു ടച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്കതൊക്കെ മേക്കപ്പ് ചെയ്ത് വരാൻ കഴിയുന്നുണ്ട്. കാരണം ഇവിടുന്ന് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടായാലും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ ആയാലും കൂടുതൽ നമുക്ക് നമ്മളെ നോളജ് കുറച്ചും കൂടെ പൊടിതട്ടി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ 2 months കൊണ്ട് കൂടി തന്നെ. അപ്പം ഇവിടെ 3 ദിവസമാണ് ക്ലാസ് വരുന്നത്. മാത്സ് രണ്ട് ദിവസവും പിന്നെ ഒരു ജനറൽ ക്ലാസ് ശനിയാഴ്ചയും വരുന്നുണ്ട്. അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മൾ സബ്ജക്റ്റ് മാത്രം നോക്കാതെ ജനറൽ പേപ്പറും കൂടെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഇവിടെ ടീച്ചേഴ്സ് അക്കാദമി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെത്തഡോളജി ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും അങ്ങനെ എല്ലാ പേപ്പേഴ്സും ജനറൽ പേപ്പറായിട്ട് നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മാത്സിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഇവിടെ ഞങ്ങൾക്ക് 3 ടീച്ചേഴ്സാണ് മാത്സ് എടുക്കുന്നത്. അപ്പം ഈ 3 ടീച്ചേഴ്സും വളരെ നന്നായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഞങ്ങൾക്ക് വളരെ നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ വന്നതോടുകൂടി ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആ റാങ്കിലോട്ട് എത്തും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഇവിടെ ടീച്ചേഴ്സ് വളരെയധികം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജാം, സെറ്റ് അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ലെവലിൽ വരെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഇനി മാത്സ് കുറേ ടച്ച് വിട്ടുപോയവരാണെങ്കിൽ തന്നെ വളരെ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഹൈ ലെവൽ പ്രോബ്ലംസിലോട്ട് പോകുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. ക്ലാസ്സുള്ള ദിവസങ്ങളിലെല്ലാം എക്സാംസ് ഉണ്ടാവാറുണ്ട്. ജനറൽ പേപ്പർ ആയാലും അതുപോലെ തന്നെ മാത്സ് ആയാലും എക്സാംസ് ഡെയിലി ഉണ്ടാവാറുണ്ട്. ഞങ്ങളിപ്പോൾ കുറേയധികം എക്സാംസ് ഇപ്പം എഴുതി കഴിഞ്ഞു. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് ഇവർ പബ്ലിഷ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അത് വളരെയധികം ഞങ്ങളെല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പാണ് അത് ഓഫ്ലൈനിലൂടെയാണ് നമുക്ക് ആ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് നമ്മളിൽ എത്തുള്ളൂ. അതിവിടെ ഈ എക്സാംസിലൂടെയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിലൂടെയും സ്റ്റുഡൻസിന് എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണെങ്കിൽ വീട്ടിൽ എത്തിക്കഴിഞ്ഞാലും ഇവർ ഡെയിലി ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇവരിടുന്നതാണ്. ടെലഗ്രാം വഴിയാണെങ്കിലും വാട്സപ്പ് വഴിയാണെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡെയിലി തരുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യണം, അത് ചെയ്തിട്ട് ക്ലാസ്സിൽ അത് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടുന്ന് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം കോൺഫിഡൻസ് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. വന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ ഒരു 2 months കഴിഞ്ഞപ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ സ്റ്റുഡൻസും പരസ്പരം അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നത്, അതായത് ടീച്ചേഴ്സ് അക്കാദമിയിൽ വന്നത് വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് ഞാനും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെയുള്ള കുട്ടികളും കരുതുന്നത്. താങ്ക് യു.